ലവ് പീസ് ആൻഡ് ജോയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. എൻ്റെ വീട്ടിൽ ഇന്നല്ല ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നേക്കണേ കേട്ടോ. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇല്ല, ആഷ്ലും ഫെല്ലും വന്നിട്ടുണ്ട്. അവർ ഫാമിലിയാണല്ലോ, ഇത് എൻ്റെ ഫ്രണ്ട്സാണ്. ആൻഡ് യെസ്, ഞങ്ങൾ വലിയ കാര്യത്തിന് ഇവിടെ പ്രൈവറ്റ് റോഡിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും ജസ്റ്റ് ബോയ് ഒന്ന് വീണ്. അപ്പോൾ തിരിച്ച് ഇനി ഉള്ളോട്ട് കയറി പോകാൻ പോണേണ്. എന്തായാലും അവരെ ഞാൻ കാണിക്കാം. യെസ്, ഐ എം സോ ഹാപ്പി. കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ. ആൻഡ് ദേ ആർ ഹിയർ ഫൈനലി. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ആരൊക്കെയാണെന്നുള്ളത് അല്ലേ? അശ്വിനി ആൻഡ് തിലിനി. തിലിനി സൺ മെഹിതർ, റൈറ്റ്? മിഹിതർ. സോ സി, ഞാനേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണേണ്. I just have to eat it, okay? They made everything for me. So നമുക്ക് നോക്കാം. ശ്രീലങ്കൻ ഫുഡാണ്. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ പ്രഗ്നൻസിയുടെ 4th month, റൈറ്റ്? I visited their house, but I couldn't take a picture. ഒരു പിക്ചർ പോലും എടുത്തില്ല, വീഡിയോ എടുത്തില്ല. അന്ന് ഞാൻ കഴിച്ചതാണ്. ഇന്നിപ്പോ again they are here with the food. Okay guys, then ഞാൻ കാണിച്ചു തരാം ഫുഡ് എന്തൊക്കെയാണ് കേട്ടോ. What all these things? What kind of rice is this? Rice? This is vegetable fried rice. Okay. And chicken curry. This is something special from Sri Lanka. Sri Lankan cutlet. Yeah. We make it in a different way. And potato. Yeah, potato. This is also something special from Sri Lanka. Fried potato. I have tried, right? Yeah, you have tried, yeah. And papadam. Papadam, you say papadam? Yeah, we say papadam. ഓക്കെ. സോ ഞാൻ ആദ്യം നമ്മളുടെ നാട്ടില് പിക്കിൾ എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. എനിക്കൊന്നും കുക്ക് ചെയ്യേണ്ടി വന്നില്ല, ഞാൻ തിന്നാൻ പോവുകയാണ് ഗൈസ്. ഉണക്ക ചെമ്മീൻ. Manchi, it's already hot. എൻ്റെ മുഖം ഇറ്റ്സ് മൈ ഫേസ്. എൻ്റെ മുഖം ഗൈസ് കണ്ട, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണ പോലെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സുഖമില്ല, പക്ഷെ നമുക്ക് വേറെ ആരെങ്കിലും കുക്ക് ചെയ്ത് തരുമ്പോൾ സന്തോഷമില്ലേ. ഇറ്റ്സ് ഹെവൻ ഫീലിംഗ് ഫോർ മീ. ഐ ആം ഗോയിങ് ടേസ്റ്റ്. ശ്രീലങ്കൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവർ തന്നെ 3 പേര് ഞങ്ങൾക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് തന്നതാണ്. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണ്. അന്ന് ഇറ്റ് വാസ് പ്ലെയിൻ റൈസ്, റൈറ്റ്? ദിസ് ടൈം ഇറ്റ്സ് ഡിഫറെൻറ്റ്. Nice. It's like actually really nice. പിന്നെ കട്ട്ലറ്റ് കണ്ടോ, റൗണ്ട് ഷേപ്പാണ്. ജസ്റ്റ് ബോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ബൈ. Sky and chips. Who did you get? Sky. I saw Sky somewhere. I saw Sky somewhere. I saw it. I saw Sky. I saw Sky. I saw Sky. Oh! I saw Sky. Oh, it's my turn, I right? saw Sky. I saw Was it Sky. this one? No. Idiot! Okay. No. Now it's my turn, darling. Right away. പിന്നെ അവരെല്ലാം വന്നപ്പോൾ ചെസ് ബോയ്ക്ക് കാർഡ് ഗെയിംസ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പിള്ളേരുടെ ഇടയിലും കൂടി കളിച്ച് ഫുഡ് കഴിക്കുന്നതിന് മുൻപ്, അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കളിച്ച്. അതൊരു പ്രത്യേക രസമായിരുന്നു ഗൈസ്. അത് പ്രത്യേകം പറയാൻ വയ്യ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് എല്ലാവരും. ജസ്പോയും മിഹിതറും കൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കളിക്കാൻ ഞങ്ങളുടെ കൂടെ. എനിവേ ദാറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം ടുഗെദർ. മനസ്സിലാവാതെ നിൽക്കുകയാണ് ഗൈസ്. ഹാവിൻ ഇപ്പോൾ ജോയിൻ ചെയ്തോളൂ. ഐസ് ഗോണ ഹാവ് ശ്രീലങ്കൻ ഫുഡ്. How was it, Ali? ശ്രീലങ്കൻ ഫുഡ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുള്ളതല്ലേ, പക്ഷെ എനിക്ക് ഇന്നാണ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയത് അല്ലേ. ഈ റൈസ് ഒക്കെ ഡിഫറെന്റ് അല്ലേ? വെജിറ്റബിൾ റൈസ്. ജീര റൈസാ?
Ashini, what kind of rice? Broken rice. Yeah, broken basmati. Broken basmati. Nice. Right. Okay, നല്ല രസമുണ്ട്. Better than matta. Yeah. Just read. Pops and looks like a pop. Oh. Gotta go then, bye bye. This boy is sad. It's okay. Bye, darling. Bye bye. See you next time. That way? അങ്ങനെ അവര് പോയി. പെട്ടെന്നൊരു വ്ളോഗായി പോയി. എനിക്കത് എടുക്കണം എന്ന് തോന്നി. കാരണം അവര് ആദ്യം ഞങ്ങൾ അവരുടെ വീട് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് എൻ്റെ ഹെൽത്ത്, ഇപ്പോഴും ഹെൽത്ത് അത്ര ശരിയല്ല, എന്നാലും അന്ന് ഒട്ടും വയ്യായിരുന്നേ. അത് ഭയങ്കര ടയേർഡായിരുന്നു. അന്ന് നമ്മൾ എവിടെയാ, നോറിച്ചിന്ന് വന്ന വഴിയായിരുന്നു അന്ന് അവരുടെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ട്രാവൽ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം കൂടി ഒന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മെമ്മറിയാണ്, ഒരു കുഞ്ഞു വ്ളോഗ് എങ്കിലും ചെയ്യണം. പിന്നെ അവർക്കും ഇഷ്ടമാണ് നമ്മുടെ വ്ളോഗ്സിലൊക്കെ വരുന്നത് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമുള്ളവരുടെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, വെറുതെ എടുക്കാൻ പറ്റില്ലല്ലോ. എനിവേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. ഇനി എന്തായാലും അവർ പോയി. കാരണം തെലുനിക്ക് വോക്കിംഗ് ആണ്, തെലുനിക്ക് ഈവനിങ് വോക്ക് ഉണ്ട്. എനിവേ നമ്മുടെ വീട്ടിൽ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ഞങ്ങൾ കുറേ നേരം ഗെയിം കളിച്ച് പിള്ളേരുടെ കൂടെ ഇരുന്ന്. ഇറ്റ് വാസ് സോ ഗുഡ്. കുറേ നേരം സംസാരിച്ച് അവരുടെ കൂടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലേക്ക് കാണണം, ആരെങ്കിലേക്ക് കൂടെ ഇരുന്ന് വർത്താനം പറയണം എന്നൊക്കെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിക്കറിയില്ല, എനിക്കതാണ് ഏറ്റവും ഇഷ്ടം, സംസാരിക്കണം. ഫുഡ് നെക്സ്റ്റാണ്. അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ, നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എനിവേ അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് കുറച്ച് ജ്യൂസ് വാങ്ങിച്ചു വെച്ച ആൽവിൻ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് പോലെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ പ്രത്യേകം പറഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും, ഒന്നും ഉണ്ടാക്കണ്ടെന്ന്. എനിവേ ഫുഡ് നല്ല രസമായിരുന്നു, ടേസ്റ്റായിരുന്നു. ഞാൻ നന്നായിട്ട് കഴിച്ചു തോന്നണം ഇന്ന്. ഇനിയിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ കഴിച്ചേക്കുന്നതുകൊണ്ട് ഇനി രാത്രി മേ ബി എന്തെങ്കിലും ഓട്സോ റാഗിയോ എന്തെങ്കിലും കാച്ചി കുടിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഞാനിപ്പോൾ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പോയി. ഇത്രയും നേരം നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പം കിടക്കുന്നു അവിടെ സോഫയുടെ മുകളിൽ റെസ്റ്റ് എടുക്കുന്നത്, ഉറക്കം വരുന്നത്. കൊച്ചു രാവിലെ എണീച്ചായിരുന്നേ. രാവിലെ അവന് ഒരു പനി പോലെ തോന്നി എനിക്ക്. പക്ഷേ രാവിലെ ഞാനപ്പോൾ തൽക്കാലം അവൻ വേറൊന്നും കഴിക്കാതെ ഓട്സ് മാത്രം കഴിച്ച് പാരസിറ്റമോൾ പകുതി കൊടുത്ത് ഇപ്പോൾ അവൻ ഓക്കെ ആയി. എനിക്കും 2-3 ദിവസമായിട്ട് ഗൈസ്, നമ്മുടെ ഇന്നത്തോടെ നമ്മുടെ 8th മന്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്. നാളെ മുതൽ 9th മന്താണ്. സോ റിമെമ്പർ മീ ഇൻ യുവർ പ്രേയേഴ്സ്. ഓക്കെ, എന്തായാലും അതും കൂടി പറഞ്ഞേക്കാമല്ലോ. അപ്പോൾ അവർ വന്നു. അതിൻ്റെതായ നല്ല ഹെൽത്ത് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. ടയേർഡ്നെസ് ഉണ്ട്. ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടയേർഡ്നെസ്സാണ്. രാത്രിയും രാവിലെയുമാണ് മെയിനായിട്ട്. ഉച്ചയാകുമ്പോഴേക്കും കുറച്ച് എനർജി വരും. ഇനി പയ്യെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഹെൽത്ത് ഡൗൺ ആവും. It's okay anyway. I'm strong mentally and spiritually, as I always say. So please do remember me and my baby in the womb in your prayers, and our family, of course, in your prayers. Thanks for watching, guys. See you next time. Bye bye.